ഇന്നത്തെ കാലത്ത് ഏതൊരു ബിസിനസ്സിലും ഗ്രോ ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. സർവേ സൂചിപ്പിക്കുന്നത് ലോകത്ത് 3.7 ബില്യൺ ഇൻ്റർനെറ്റ് യൂസേഴ്സും 2.8 ബില്യൺ സോഷ്യൽ മീഡിയ യൂസേഴ്സും ഉണ്ടെന്നുള്ളതാണ്. ഇത് സോഷ്യൽ മീഡിയയ്ക്ക് വളരെ വലിയ സ്കോപ്പാണ് തുറന്നു നൽകുന്നത്. ഡിഗ്രി ഇല്ലാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ജോലി നേടാൻ കഴിയുന്നതും എളുപ്പത്തിൽ അതൊരു ബിസിനസ് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് വെറുതെ എന്തെങ്കിലും ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരുപാട് സയൻറ്റിഫിക്കലിയും ലോജിക്കലും ഒക്കെ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ആയ കോണ്ടന്റ് ക്രിയേഷൻ, ഇമെയിൽ മാർക്കറ്റിംഗ്, അനലിറ്റിക്സ്, വീഡിയോ ക്രിയേഷൻ, പോസ്റ്റ് ക്രിയേഷൻ എന്നതൊക്കെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൂൾസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിലൂടെ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രോഗ്രാമിംഗ്, മേൺ സ്റ്റാക്ക്, ഫൈനാൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തുടങ്ങിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനൽ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരു കരിയർ ഗ്യാപ്പ് എന്നവർക്ക് ഒരു കരിയർ കെട്ടിപ്പിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൂൾസിനെ കുറിച്ച് നോക്കാം. സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത് വളരെ എളുപ്പപ്പെട്ട പണിയല്ല. പലരും കരുതാൻ എന്താണ് സോഷ്യൽ മീഡിയ മാനേജർക്ക് ഇരിക്കുന്നത്, വെറുതെ പോസ്റ്റ് ഇട്ടാൽ പോരെ എന്നുള്ളത്. പക്ഷേ ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സോഷ്യൽ മീഡിയയിൽ ബിൽഡ് ചെയ്യുന്ന അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പോസ്റ്റിനനുസൃതമായിട്ടുള്ള ഹാഷ്ടാഗ് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ കീവേഡ് ഐഡൻറ്റിഫൈ, കീവേഡ് റാങ്ക് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം, യൂട്യൂബും ഗൂഗിളും ലിങ്ക്ഡിനും ഫേസ്ബുക്കും പിൻട്രസ്റ്റും ട്വിറ്ററും ഒക്കെ മാനേജ് ചെയ്യാൻ ഒറ്റ ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സുഗമമാക്കുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൂളാണ് ഹൂട്ട്സ്യൂട്ട് എന്ന് പറയുന്നത്. ഹൂട്ട്സ്യൂട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും, അതായത് FB, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിൻട്രസ്റ്റ്, ട്വിറ്റർ എല്ലാം ഒറ്റ ഡാഷ്ബോർഡിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ പ്ലാറ്റ്ഫോമിലുള്ള ഡീറ്റെയിൽഡ് അനലിറ്റിക്സ് ലഭിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഹൂട്ട്സ്യൂട്ടിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഒറ്റ ഇൻബോക്സിൽ തന്നെ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിൽ വരുന്ന കൊമൻസിനെ കുറിച്ചും ഡിസ്ക്രിപ്ഷനെ കുറിച്ചും നമ്മുടെ അതിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒക്കെ ലൈക്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, ഇമേജസ് അപ്ലോഡ് ചെയ്യണം, പോസ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യണം, നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതുകൂടാതെ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലീഡ് നമുക്ക് നർച്ചർ ചെയ്യണം, അതിന് അനലിറ്റിക്സ് നമുക്ക് നോക്കണം, ഇമെയിൽ ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി അത്തരത്തിലുള്ള ടൂൾസാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന AI ടൂളാണ്. ഇമേജ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളിനെ കുറിച്ച് ആദ്യം പറയുന്ന ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. ക്യാൻവ എന്ന ടൂളിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. canva.co എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത ഡിസൈനിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് പോലും ഇമേജസും പോസ്റ്റേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ക്യാൻവയ്ക്കകത്ത് അനേക ലക്ഷക്കണക്കിനുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഒരു ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ആണെങ്കിൽ യൂട്യൂബിന് തമ്മിലാണെന്നുണ്ടെങ്കിലും, അല്ല നമുക്ക് ഫ്ലയേഴ്സ് ഉണ്ടാക്കാനെങ്കിലും ബ്രൗഷേഴ്സ് ഉണ്ടാക്കാനാണെന്നെങ്കിൽ പ്രസൻറ്റേഷൻ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാനെങ്കിൽ, വിസിറ്റിംഗ് കാർഡ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ, ഈവൻ ലോഗോ ബിൽഡ് ചെയ്യാനും അതിനൊക്കെ തരത്തിലുള്ള ടൂൾസ് അവൈലബിൾ ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ അകത്ത് അവർ AI ഫീച്ചേഴ്സും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ അത് വീഡിയോ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാൻവയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ നമുക്ക് അതിനകത്തുള്ള ടെംപ്ലേറ്റ്സും സഹായത്തോടെ ഇമേജസും പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാൻവയിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളൊരു ചെറിയ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ എന്നാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്യാൻവയെ പോലെ തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു AI ടൂളാണ് മിഡ്ജേണി. മിഡ്ജേണി എന്ന് പറയുന്നത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ നിന്ന് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള AI ടൂൾ കൂടിയാണ്. മിഡ്ജേണിക്കകത്ത് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് അതിനനുസരിച്ചിട്ടുള്ള ഇമേജസ് മിനിറ്റുകൾക്കുള്ളിൽ ഡെവലപ്പായി വരുന്നതാണ്. മിഡ്ജേണിക്കുള്ളിൽ ഡെവലപ്പ് ആവുന്ന ഇമേജ് കോപ്പിറൈറ്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. സോ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എളുപ്പത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള ഇമേജസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മിഡ്ജേണിയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. മിഡ്ജേണിയുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ ആർട്ടിക്കൽ സ്റ്റൈൽ, അതായത് നമുക്ക് സർറിയലായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ആർട്ടിസ്റ്റിക് ആയിട്ടൊക്കെ ഉള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ മിഡ്ജേണിയുടെ ഫീച്ചറാണ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആസ്പെക്ട് റേഷ്യോയും റെസൊല്യൂഷനൊക്കെ അനുസരിച്ചുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത്. മിഡ്ജേണിയുടെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മിഡ്ജേണിയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇമേജസ് മാത്രമല്ല, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകാൻ സാധിക്കുന്നത് വീഡിയോകളുടെ വഴിയാണ്. അപ്പോൾ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന AI ടൂൾസും ഉണ്ട്. അത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് സിന്തേഷ്യ എന്ന് പറയുന്നത്. നിങ്ങൾ AI അവതാർസ് വെച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോകളും അല്ലെങ്കിൽ പല സ്ഥലത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് സിന്തേഷ്യയിലാണ്. ഇത്തരത്തിലുള്ള ടൂൾസിൽ നമ്മൾ AI അവതാർസ് കൊടുത്തിട്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി വീഡിയോ ആയിട്ട് ഈ ടൂളിനെ കൺവേർട്ട് ചെയ്ത് തരും. സിന്തേഷ്യയുടെ വേറെ അഡ്വാൻറ്റേജ്, സിന്തേഷ്യ 130ഓളം ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ അഡ്വാൻറ്റേജാണ് സിന്തേഷ്യയിൽ നമുക്ക് നമ്മളുടെ വോയിസ് തന്നെ ക്ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം 150ഓളം
പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അവതാർസിൻ്റെ വോയിസ് അതിൽ അവൈലബിൾ ആണ്. നമുക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സിന്തേഷ്യ പോലെ തന്നെ നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഒരു AI ടൂളാണ് deepbrain.ai എന്ന് പറയുന്നത്. സിന്തേഷ്യയിൽ അത്രയും ഫീച്ചേഴ്സിൽ അത്രയും ലാംഗ്വേജൊക്കെ സപ്പോർട്ട് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഇതിലും നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡീപ്ബ്രെയിനിൽ ഏകദേശം 80 ലാംഗ്വേജസാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് സ്ക്രിപ്റ്റ് ജനറേറ്റ്. അപ്പോൾ സ്ക്രിപ്റ്റ് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യും? സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ AI ടൂൾസ് ഉണ്ട്. അത്തരത്തിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ChatGPT എന്ന് പറഞ്ഞാൽ ChatGPT നമുക്ക് ഏത് തരത്തിലുള്ള കോണ്ടന്റ് വേണമെങ്കിലും നമ്മൾ അക്യുറേറ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ChatGPTക്ക് മുമ്പൊക്കെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന AI ടൂൾസ് ഉണ്ട്. അതാണ് jasper.ai എന്ന് പറയും. ജാസ്പർ ഈ ഒരു ടൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം ഈ ടൂൾ എസ്പെഷ്യലി കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രമാണ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി കോണ്ടൻറ്റ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്സ് നമുക്ക് നമ്മളുടെ ബ്രാൻഡ് അനുസരിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ടോൺ അനുസരിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. jasper.aiയുടെ പ്രീമിയം വെർഷൻ എടുത്ത് നിങ്ങൾക്ക് ബ്ലോഗ്സ്, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് കോണ്ടൻറ്റ്സ്, SEO, ബ്രോഷറിൻ്റെ കണ്ടൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൂൾസിനെ കുറിച്ച് മനസ്സിലാക്കി, അതിൽ പോസ്റ്റേഴ്സും ഇമേജസും വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് മനസ്സിലാക്കി, അതിലെങ്ങനെ കോണ്ടൻറ്റ്സ് ജനറേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. ഇത്രയും മതിയോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ? ഒരിക്കലും പോലെ. നമുക്ക് ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീക്കിലി ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഡേറ്റ വേണം. ഡേറ്റയെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം. ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന അങ്ങനെ ഡീപ്പായിട്ട് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് ഗൂഗിൾ അനലിറ്റിക്സ് ആണ്. ഗൂഗിൾ അനലിറ്റിക്സ് നമ്മൾ ക്യാമ്പയിനുമായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള യൂസേഴ്സാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നവർ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇൻട്രാക്ട് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ കോണ്ടന്റിനും യൂസേഴ്സ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ഇൻഡെപ്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിൾ അനലിറ്റിക്സ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമായിട്ടുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട തരത്തിലുള്ള മെട്രിക്സിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ അനലിറ്റിക്സ് ടൂളാണ് കിസ്മെട്രിക്സ് എന്ന് പറയുന്നത്. കിസ്മെട്രിക്സ് കുറച്ച് പ്രീമിയം ടൂളാണ്. ബട്ട് ഗൂഗിൾ അനലിറ്റിക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് സെഷൻ ബേസ്ഡ് ഡേറ്റ അനലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കിസ്മെട്രിക്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെൻ കമ്പയർഡ് വിത്ത് ഗൂഗിൾ അനലിറ്റിക്സ്. ഇതുകൂടാതെ നമുക്ക് യൂസർ